ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന അവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പ്രഭാത പുസ്തകം 15-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന ജനം മുഴുവൻ ആ ചെങ്കടലിൽ മുങ്ങിപ്പോകുന്നു നമ്മൾ കണ്ടു. ഇസ്രായേൽ ജനം അത്ഭുതകരമായി അവരെ ചെങ്കടൽ കടന്ന് അക്കരെ അവർ കടന്ന് യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ അവരുടെ വീണ്ടെടുപ്പുകാരനായ മോശയോട് ചേർന്ന് അവർ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിലും മോശയിലും അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഈ ഒരു വലിയ അത്ഭുത പ്രവർത്തനം അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ അത്ഭുതകരമായ വിടുതൽ ലഭിച്ച ജനം ദൈവത്തെ പാടി സ്തുതിക്കുന്നതാണ്. കഴിഞ്ഞ 400 വർഷത്തോളം അടിമത്തത്തിലായിരുന്ന അവർക്ക് ജോസഫ് മരിച്ച് കുറേ നാളുകൾ കൂടി അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിക്കാണും. അത് കഴിഞ്ഞപ്പോൾ ജോസഫിനെ അറിയാത്ത രാജാവ് വന്നു. അവരെ പീഡിപ്പിക്കാൻ തുടങ്ങിയ നാളുകൾ മുതൽ ഇന്നേ ദിവസം വരെ ഒരു പാട്ട് പാടുവാൻ ഇസ്രായേൽ ജനത്തിന് സാധിച്ചിട്ടില്ല. അതികഠിനമായ വേലകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ പീഡിപ്പിക്കുകയായിരുന്നു. സന്തോഷം വരുമ്പോഴാണല്ലോ നമുക്ക് പാട്ടുകൾ പാടാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുക. ഇതുവരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം അവർക്ക് സന്തോഷിക്കുവാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. നമുക്ക് വായിക്കുന്നു, മോശയുടെ സഹോദരിയും പ്രവാചിയുമായിരുന്ന മിരിയാം തപ്പുകളെടുത്ത് അവിടെ യഹോവയെ പാടി മഹത്വപ്പെടുത്തുകയും അവൾ മറ്റുള്ളവർക്ക് പാട്ട് പാടിക്കൊടുക്കുകയും ചെയ്യുന്നതായ 20 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 19-ാം വാക്യം മുതൽ നമ്മളിത് വായിക്കുന്നുണ്ട്. മോശയുടെ സഹോദരിയാണ് അവർക്ക് പാട്ടുകളൊക്കെ പാടിക്കൊടുക്കുന്നത്. അവർ ദൈവത്തെ പാടി സ്തുതിച്ച് അവർ ആഹ്ലാദിച്ചു. നമുക്കറിയാം, അതിനുശേഷം യേശു ക്രിസ്തുവിനെ ഏതാനും നാളുകൾക്ക് മുൻപ് ബാബേൽ പ്രവാസത്തിൽ പോയ ഇസ്രായേൽ ജനവും 50 വർഷം ബാബേൽ പ്രവാസത്തിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർക്ക് സങ്കീർത്തനങ്ങൾ ആലപിക്കാൻ സാധിച്ചില്ല. അവർ സങ്കീർത്തനങ്ങൾ ആലപിച്ചിരുന്ന ദൈവത്തെ സ്തുതിച്ചിരുന്ന യെരൂശലേം ദേവാലയം മുഴുവൻ അവർ നശിപ്പിച്ച് കളഞ്ഞു. നെബൂഖദ്നേസർ അവർക്ക് പാട്ട് പാടാനുള്ള അവസരമില്ല. 137-ാം സങ്കീർത്തനം അത് വെളിവാക്കുന്നുണ്ട്. ബാബേൽ നദിയുടെ തീരത്തിരുന്നപ്പോൾ സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളുടെ വീണകളെ ഞങ്ങൾ അലിരുവൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ തൂക്കിയിട്ടു. അന്യദേശത്തെ യഹോവയുടെ ഗീതം ഞങ്ങളെങ്ങനെ പാടും? എന്നിട്ട് അവർ സ്വയം ശപിക്കുന്നുണ്ട്, യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലങ്കയെ ഞാൻ മറന്നു പോകട്ടെ. എൻ്റെ മുഖ്യ സന്തോഷത്താൽ ഉപരിയായി യെരൂശലേമിനെ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്ന് സ്വയം ശപിക്കുന്ന ഒരു ജനത്തെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അന്നും അവരും ആ അടിമത്തത്തിലായിരുന്നപ്പോൾ അവർക്ക് സങ്കീർത്തനങ്ങൾ ആലപിക്കുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ സാധിക്കുന്നില്ല. ഇവിടെയും അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്തും മോശയാൽ വിടുവിക്കപ്പെട്ട നാളുകളിൽ അവർക്ക് ആ വലിയ വിടുതൽ ലഭിച്ചതിൻ്റെ സന്തോഷം അവരിലൂടെ പങ്കുവയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ 22 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നു, ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ച് അവർ ഷൂർ മരുഭൂമിയിൽ അവിടെ പ്രവേശിച്ചു. അതിനുശേഷം 3 ദിവസത്തെ യാത്ര അവർ ചെയ്തു. അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല. കുടിക്കുവാൻ അവർക്ക് വെള്ളമില്ലാതെ മാറായി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ വെള്ളമുണ്ട്, പക്ഷേ വെള്ളം കയ്പുള്ള വെള്ളമാണ്. അവർക്കത് കുടിക്കാൻ സാധിക്കുന്നില്ല. അവർ മോശയോട് ആ പരാതി പറഞ്ഞു. മോശ ദൈവത്തോട് ആവശ്യം ദൈവസന്നിധിയിൽ അത് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം ഒരു മാർഗനിർദ്ദേശം കൊടുത്തു. ഒരു തടിക്കഷണം കാണിച്ചിട്ട് പറഞ്ഞു, ആ മരത്തിൻ്റെ കമ്പ് നീ ആ വെള്ളത്തിന്മേലിടുക, അത് മധുരമുള്ളതായിത്തീരും. മോശ അപ്രകാരം ചെയ്തു. ആ വെള്ളം, കയ്പുള്ള വെള്ളം മധുരമുള്ളതായി തീർന്നു. ഏതാണ് ഈ തടിക്കഷണം? ഇത് കർത്താവ് കാൽവറിയിൽ യാഗമാകാൻ പോകുന്ന കുരിശിനെ സൂചിപ്പിക്കുകയാണ്. ആ ക്രൂശ് മരണമാണ് കയ്പേറിയ നമ്മുടെ ജീവിതത്തെ മധുരമുള്ളതാക്കി തീർത്തിട്ടുള്ളത്. പാപത്തിൻ്റെ ആ കയ്പിൽ കിടന്ന് നമ്മളെ ആ മധുരത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദൈവാനുഭവത്തിലേക്ക് വഴി നടത്തിയത് കർത്താവിൻ്റെ ക്രൂശാണ്, ആ തടിക്കഷണമാണെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. കർത്താവിനെ കുരിശാലുള്ള വീണ്ടെടുപ്പ് നടക്കുന്നതിൻ്റെ ഒരു നിഴലായി ഈ സംഭവത്തെ നമുക്ക് കാണാവുന്നതാണ്. മാറയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും.
ദൈവം അവരെ ശിക്ഷിക്കുകയല്ല, ദൈവം അവരെ പരിശീലിപ്പിക്കുകയാണ്, ദൈവം അവരെ ഒരുക്കിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹായും പറഞ്ഞത്, യാക്കോബ് 1:12 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എന്തിന് കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുമെന്നാണ്. അപ്പോൾ കൊള്ളാവുന്നവനായി തെളിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. മാറായിലെ അനുഭവം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലുണ്ടാകും. രോഗങ്ങളുടെ, കഷ്ടങ്ങളുടെ, പ്രയാസങ്ങളുടെ, ദുരിതങ്ങളുടെ, നിന്ദകളുടെ, പരിഹാസത്തിൻ്റെ ഒക്കെ ഒരുപാട് മാറയുടെ അനുഭവങ്ങളിലൂടെ ഒരു ക്രൈസ്തവ ജീവിതം കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നു, അവരവിടെ നിന്ന് ആ വെള്ളം കുടിച്ചെത്തി അവർ ചെന്നെത്തുന്ന സ്ഥലമാണ് ഏലീം. മാറായിലെ കയ്പിന് ശേഷമുണ്ടായ സ്ഥലം. അവിടേക്ക് എന്താണ് സംഭവം? അവിടെ 12 നീരുറവയും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവിടെ ഇതുവരെയുള്ള അവരുടെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റുവാൻ തക്കവണ്ണം അവിടെ അല്ലെങ്കിൽ 70 ഈത്തപ്പനകളും 12 വലിയ നീരുറവുകളെയും ദൈവം അവർക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് മനസ്സിലാക്കണം, എല്ലാ മാറയുടെ അനുഭവത്തിൻ്റെ അപ്പുറത്തും ഒരു ഏലീമിൻ്റെ അനുഭവം നമുക്കുണ്ട്. എന്നും മാറയുടെ അനുഭവമല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ദൈവം ഇസ്രായേൽ ജനത്തെ ഈ പരിശോധനകളിലൊക്കെ കൊണ്ടുപോകുന്ന ദൈവം അവരെ ഒരുക്കിയെടുക്കുകയാണ്, മെരുക്കിയെടുക്കുകയാണ്. ദൈവകരങ്ങളിലെ പൂർണ്ണങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവം അവരെ മെരുക്കുന്നതായ ഒരു അനുഭവം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ക്രൈസ്തവ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഏതൊരു വേദനകളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ഇതുപോലെ കണ്ട് തരണം ചെയ്യുവാൻ നമുക്കിടയായിട്ട് തീരണം. എന്നും മാറയുടെ അനുഭവങ്ങളല്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ച പോലെ, ദൈവമേ, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് പകരം സന്തോഷത്തിന് ദിവസങ്ങളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. എന്നും ക്ലേശത്തിന് ദിവസങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം സന്തോഷത്തിൻ്റേതുണ്ട്. നമുക്കറിയാം, ഒരു രാത്രി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞൊരു പകലുണ്ട്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. മഴയുണ്ടെങ്കിൽ വെയിലുണ്ട്. എന്നും ഒരേ അനുഭവമല്ല, അതിന് വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ വഴി നടത്തുമെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള മാറായുടെ അനുഭവങ്ങളിലൂടെ ഒക്കെ ചിലപ്പോൾ കടന്നു പോകേണ്ടി വന്നേക്കാം. അതിനപ്പുറത്ത് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമൃദ്ധിയുടെ ഒരു ഏലീമിൻ്റെ അനുഭവം ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. ആ രാജ്യത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് മരിച്ചുപോയവരുടെ ആ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി നമ്മൾ നോക്കി പാർക്കുന്നവരാണ്. ആ പ്രത്യാശയോടുകൂടി ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഏത് മാറയുടെ അനുഭവത്തിലെയും തരണം ചെയ്യുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തിയേൽക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.